ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിഫ്റ്റി അങ്ങനെ 25,000 തൊട്ട് അരികെ എത്തി നിൽക്കുകയാണ്. യൂണിയൻ ബഡ്ജറ്റിന് മുമ്പേ തന്നെ നിഫ്റ്റി 25,000 നിന്ന് ഏകദേശം ഒരു 200 പോയിന്റ് മാത്രമാണ് താഴെ ഉള്ളൂ. അതും ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള റിലയൻസിൻ്റെയോ HDFC ബാങ്കിൻ്റെയോ ICICI ബാങ്കിൻ്റെയോ കൊടാക് ബാങ്കിൻ്റെയോ ഒന്നും തന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെയാണ് നിഫ്റ്റിക്ക് ഇത്തരത്തിലുള്ളൊരു നേട്ടം കൈവരിച്ചത്. രാവിലെ നമുക്ക് കിട്ടിയിരുന്നത് നിഫ്റ്റിയിൽ സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണിൽ ആണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഒന്നും തന്നെ പിന്തുണ നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും നിഫ്റ്റി ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള ഒരു റിക്കവറിയാണ് നിഫ്റ്റി നടത്തിയത്. നിഫ്റ്റി മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും എല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ളൊരു ഗെയിൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കണ്ടതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരാം. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തു. ഓപ്പണിംഗ് റേഞ്ച് കാണാം. ഇന്നലത്തെ ക്ലോസിംഗ് നിന്ന് സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗൺ. അതിനുശേഷം 24,500 ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം 24,650 ആദ്യത്തെ ഒരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും 24,500 നിഫ്റ്റി ഫോളായി. വീണ്ടും 24,650 ഇന്നത്തെ ആദ്യത്തെ ഒരു ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്തു. എന്നാൽ ഫോൾ ആകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ നിഫ്റ്റി ശക്തമായിട്ട് ഒരു റാലിയാണ് കണ്ടത്. ഇൻട്രാഡേ ലോയിൽ നിന്ന് 337 പോയിന്റ് നിഫ്റ്റി ഉയർന്നപ്പോൾ നിഫ്റ്റി 187 പോയിന്റിൻ്റെ ഒരു ഗെയിനും സെൻസെക്സ് 626 പോയിന്റിൻ്റെ ഗെയിനും ബാങ്ക് നിഫ്റ്റി 223 പോയിന്റിൻ്റെ ഗെയിനും നടത്തി. നിഫ്റ്റിയിൽ എന്നാൽ എല്ലാ കമ്പനീസും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. കാരണം അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ NSEയിലെ 728 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. 1618 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കണ്ടത്. നിഫ്റ്റിയിൽ IT കമ്പനീസിൻ്റെ ശക്തമായിട്ടുള്ളൊരു പിന്തുണയാണ്. L&T മൈൻട്രി, TCS, വിപ്രോ, ഏകദേശം ഒരു 4 IT കമ്പനീസ് തന്നെയാണ് ശക്തമായിട്ടുള്ള റാലിക്ക് നിഫ്റ്റിക്ക് കുതിപ്പേറിയത്. ONGCയും ബജാജ് ഫിനാൻസും ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. ഫോൾ ആയിട്ടുള്ളത് മോശം റിസൾട്ട് കൊണ്ട് ഏഷ്യൻ പെയിൻറ്റ്, കോൾ ഇന്ത്യ, ഹീറോ മോട്ടോ കോർപ്പ്, ഗ്രാസിൻ, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനീസ് 0.5% മുതൽ ഏകദേശം 1.5% വരെയുള്ള ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയിലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് നമുക്ക് വരാം. റിലയൻസ് പ്രത്യേകിച്ച് ഒരു നേട്ടം കൈവരിച്ചില്ല. എന്നാൽ ഒരു 0.5% റിലയൻസ് ഇന്ന് റാലി രേഖപ്പെടുത്തിയത് നിഫ്റ്റിയുടെ ഒരു കുതിപ്പിന് വളരെയധികം സഹായകമായിട്ടുണ്ട്. കാരണം ഇന്ന് HDFC ബാങ്ക് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ഫോൾ ആയിട്ടില്ലെങ്കിലും HDFC ബാങ്ക് റെഡിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള റിലയൻസ് 0.5% ഒരു ഗെയിൻ ഉണ്ടാക്കി. പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ HDFC ബാങ്ക് റെഡിൽ ക്ലോസ് ചെയ്യെങ്കിൽ കൂടിയും ICICI ബാങ്കും കൊട്ടാക് ബാങ്കും ബാങ്ക് നിഫ്റ്റിനെ ഒരു പിന്തുണ നൽകി. ഇന്ന് പ്രധാനമായിട്ടും ഡിഫൻസ് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി 6%-അടുത്ത് ഫോൾ ആയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡും മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും കമ്പനിയും എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണുള്ളത്. റെയിൽവേ സ്റ്റോക്കുകൾ RVNL, IRFC എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണുള്ളത്. IRDA ഇന്നും 5% ഇടിവ് രേഖപ്പെടുത്തി. ഏകദേശം ഒരു 3 ദിവസം കൊണ്ട് 20% ഫോള് IRDAയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ UBC ഈ ഒരു ബൈ റേറ്റിംഗ് നിലനിർത്തി. എങ്കിലും ഈ ഒരു ടാർജറ്റ് കുറച്ചത് കൊണ്ട് മീഡിയ കമ്പനിയായിട്ടുള്ള PVR ഇന്ന് ഏകദേശം ഒരു 1.65% ഒരു ഫോൾ ഉണ്ടാക്കി. കൽക്കിയുടെ മികച്ച ഒരു ഓപ്പണിങ്ങും ശക്തമായിട്ടുള്ളൊരു ബോക്സ് ഓഫീസ് കളക്ഷനും കാരണം റാലി രേഖപ്പെടുത്തിയ PVR ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE, CAC 40, ഡാക്സ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളാണ് പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിന് തൊട്ട് മുകളിൽ ഇന്ത്യ വിക്സ് ഇന്ന് 2% സ്പൈക്ക് ചെയ്ത് 14.51. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1000 പോയിന്റിലേറെ ഇടിവ് രേഖപ്പെടുത്തി. കൊറിയയും ചൈനയും ഫ്ലാറ്റായിരുന്നു. ഓസ്ട്രേലിയ AX200 കാണാം റെഡിലാണ് അവസാനിപ്പിച്ചത്. ഗോൾഡ് നമുക്ക് അൺടച്ചബിളായ രീതിയിൽ ഗോൾഡ് മുന്നേറി. അതിപ്പോൾ SGB ആയാലും അതില്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ആയാലും $2,463 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 84 ഏറ്റവും ടോപ്പിൽ. ബിറ്റ് കോയിനിൽ $640 ഇടിഞ്ഞ് 64,500 ബിറ്റ് കോയിനിൽ ശക്തമായിട്ടുള്ളൊരു ഫണ്ട് വിഡ്രോവലൊക്കെ ഇന്ത്യൻ ബിറ്റ് കോയിൻ എക്സ്ചേഞ്ചിൽ നിന്നെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള പൊതുവെയുള്ള ഒരു അപ്ഡേറ്റ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സുകൾ കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇരുന്ന്
ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിലാണ്. താഴെ കാണുന്ന ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ ഇൻസ്ട്രക്ടറിൻ്റെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡിസ്കസ് ചെയ്തതിന് ശേഷം കോഴ്സിൽ ജോയിൻ ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാൻ ആദ്യം ഇൻഫോസിസിൻ്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്ന് 6368 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 4% കരസ്ഥമാക്കി. കൂടാതെ തന്നെ കമ്പനിയുടെ റവന്യൂ ഫോർകാസ്റ്റ് 4% ഉയർത്തി. TCV ആയിട്ട് ഏകദേശം ഒരു 4 ബില്യൻ്റെ മൾട്ടി ഇയർ ഓർഡർ ഇൻഫോസിസിന് ലഭിച്ചു. ടാറ്റ പവർ കമ്പനി NHPC ആയിട്ട് റിന്യൂവബിൾ ബിസിനസ്സിലേക്ക് ഇവർ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. UPയിലെല്ലാം തന്നെ ടാറ്റ പവർ അവിടുത്തെ വീടിൻ്റെ മുകളിലെല്ലാം തന്നെ സോളാർ ഫിക്സ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് NTPC ആയിട്ട് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റൈൽ കമ്പനി രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റൈൽ കമ്പനി നല്ലൊരു റിലയൻസാണ് ആക്ച്വലി ജസ്റ്റൈലും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി മികച്ചൊരു റിസൾട്ട് കരസ്ഥമാക്കിയത് കൊണ്ട് ഇന്ന് 20% അപ്പർ സർക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും 7:00 നമുക്ക് പ്രീ മാർക്കറ്റ് ന്യൂസ് ഉണ്ട്. 7:00 അതിന് മുമ്പ് തന്നെ ഞാൻ ഏകദേശം ഒരു 4 മണിക്ക് എണീറ്റ് പ്രീ മാർക്കറ്റൊക്കെ റെഡിയാക്കി ഏകദേശം ഒരു 7:15 മുമ്പ് തന്നെ ഇടാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് ഉള്ള സമയത്താണ് ഞാൻ പുറത്ത് ജോഗിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ മാക്സിമം നേരത്തെ പ്രീ മാർക്കറ്റ് എല്ലാം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മണപ്പുറം ജെഫ്രീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി മണപ്പുറത്തിന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മണപ്പുറത്തിന് 23% ടാർഗറ്റ് റൈസ് ചെയ്തു. ഔറബിൻ്റെ ഫാർമ ഇവരുടെ ഷെയർ ബൈബാക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 6% പ്രീമിയത്തിനാണ് ഷെയർ ബൈബാക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഷെയർ ബൈബാക്ക് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് കഴിഞ്ഞതുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. ഇന്ന് ഏകദേശം 2.5% ഇടിഞ്ഞു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റോക്ക് Q1 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 13% കുറവ്, എന്നാൽ റവന്യൂ 18% അപ്പ്. ഏകദേശം ഒരു $27 മില്യൺ ഓർഡർ UKയിൽ നിന്ന് ലഭിച്ചു. കരൂർ വൈശ്യ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 28% ഉയർന്നു. ബാങ്ക് ഇന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. പോളിക്യാബ് കമ്പനി പ്രമുഖ വയർ നിർമ്മാതാക്കളാണ് പോളിക്യാബ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞ് 401 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. സ്റ്റോക്ക് ഏകദേശം ഒരു 1% ഒരു ഫോള് ഉണ്ടാക്കി. ബജാജ് ഇലക്ട്രിക്കൽ കമ്പനി 6% ഫോള് രേഖപ്പെടുത്തി. ഇവിടെ MDയും CEO ആയിട്ടുള്ള അഞ്ചും പൊടാറ് റിസൈൻ ചെയ്തതാണ് കാരണം. ഇതും നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. റെയിൽവേ സ്റ്റോക്കുകൾ RVNL, ഐക്കോൺ, IRFC തുടങ്ങിയ എല്ലാ സ്റ്റോക്കുകളെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലാണ് ഉള്ളത്. LNTTS കമ്പനി നെറ്റ് പ്രോഫിറ്റ് 311 കോടി രൂപ കരസ്ഥമാക്കി. 341 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. പ്രൊസിസ്റ്റൻസ് സിസ്റ്റം കമ്പനി 315 നിന്ന് 306 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറിയ രീതിയിൽ കുറഞ്ഞു. BPCL കമ്പനി മൂഡീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി BPCLനെ റൈറ്റ് ഗ്രേഡ് അതായത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പവർമെക്ക് കമ്പനി 209 കോടി രൂപയുടെ ഓർഡർ കിട്ടി. L&T മൈൻട്രി കമ്പനി ഇവർക്ക് ABCA ബാങ്കിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയൊരു ഓർഡർ 3 വർഷം നിലനിൽക്കുന്ന ഒരു ഓർഡർ കിട്ടി. ശങ്കര ഹെൽത്ത് കെയർ കമ്പനി ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡി ആയിട്ട് ഓങ്കോളജി മേഖലയിലുള്ള ക്യാൻസറൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് ഉണ്ടായതിന് വേണ്ടിയിട്ട് ഡോക്ടർ റെഡ്ഡി ആയിട്ട് ശങ്കര ഹെൽത്ത് കെയർ സൈൻ ചെയ്തിട്ടുണ്ട് ബിസിനസ് കോൺട്രാക്റ്റ്. ഭാരത് ബിജ്ലി കമ്പനി ഇന്ന് ഏകദേശം 10% ഫോൾ ഉണ്ടാക്കിയ കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 25 കോടി രൂപയിൽ നിന്ന് 23 കോടി രൂപയിലേക്ക് കുറഞ്ഞതാണ് കാരണം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമുക്ക് എത്താം. താങ്ക് യു.